നമസ്കാരം. താൻ സ്പേസ് ടിപ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 25/6/2024 നടന്ന ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 2 പ്രൊഫഷണൽ ആൻസറൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 24/2024 അപ്പോൾ എക്സാം തയ്യാറെടുക്കുന്ന എല്ലാവർക്കും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം, പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. സ്വദേശി മിത്രം, കേസരി, സംവാദ് കൗമുദി, ന്യൂ ഇന്ത്യ. ആൻസർ ഓപ്ഷൻ സി, സംവാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയുടെ സ്ഥാപിച്ചതാരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഡോക്ടർ സക്കീർ ഹുസൈൻ, DK കാർവേ, MA അൻസാരി, GG അഗാർക്കർ. ആൻസർ DK കാർവേ. ഓപ്ഷൻ ബി, DK കാർവേ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി, മറാത്തി, ഉറുദു, ഹിന്ദി. ആൻസർ മറാത്തി ഭാഷ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല മറാത്തി ഭാഷയിലാണ് രചിച്ചത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അമർദാസ് ഷെർഗിൽ, നന്ദലാൽ ബോസ്, അബനീന്ദ്രനാഥ് ടാഗോർ, ജ്യോതിബ ഫൂലെ. ആൻസർ അതാണ് ഓപ്ഷൻ സി, അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? 1 തവണ, 3 തവണ, 2 തവണ, 4 തവണ. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 തവണ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര്? KP കേശവ മേനോൻ, VR കൃഷ്ണ എഴുത്തച്ഛൻ, NV കൃഷ്ണ വാര്യർ, K അയ്യപ്പൻ. ആൻസർ ഓപ്ഷൻ സി, NV കൃഷ്ണ വാര്യർ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര്? NV കൃഷ്ണ വാര്യർ. അടുത്തത്, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ബ്രിട്ടൻ, റഷ്യ, അയർലൻഡ്, കാനഡ. ആൻസർ ഓപ്ഷൻ ബി ആണ്, റഷ്യ. മൗലിക കടമകൾ റഷ്യ. താഴെ പറയുന്നവരിൽ ആരാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ചിത്തരഞ്ജൻ ദാസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഓപ്ഷൻ എ, ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് വൺ, തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്രവയലാർ സമരം, കല്ലുമാല സമരം, ഇലക്ട്രിസിറ്റി സമരം, കയ്യൂർ സമരം. തുലാം പത്ത് സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പുന്നപ്രവയലാർ സമരം. പുന്നപ്രവയലാർ സമരം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? സന്യാസി കലാപം, മലബാർ കലാപം, വെല്ലൂർ കലാപം, ശിപായി കലാപം. ആൻസർ ഓപ്ഷൻ സി, വെല്ലൂർ കലാപം. 806 വെല്ലൂർ കലാപം. നെക്സ്റ്റ് വൺ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? G ശങ്കരക്കുറുപ്പ്, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ, C കേശവൻ. ആൻസർ ഓപ്ഷൻ എ, G ശങ്കരക്കുറുപ്പ്. നെക്സ്റ്റ് വൺ, വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാൻ, വള്ളത്തോൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ആൻസർ ഓപ്ഷൻ എ, കുമാരനാശാൻ. വിവേകോദയം കുമാരനാശാൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? KM മുൻഷി, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. ആൻസർ ഓപ്ഷൻ എ, KM മുൻഷി. രാഷ്ട്രീയ ജാതകം KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം 338B, 336, 302, 334A. ആൻസർ ഓപ്ഷൻ എ ആണ്, 338B. 338B. നെക്സ്റ്റ് വൺ, 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻസ്: അനുച്ഛേദം 4A, 24, 21A, അനുച്ഛേദം 21. ആൻസർ ഓപ്ഷൻ സി, 21A. 6 മുതൽ 14 വരെ 21A.
2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, സൗദി അറേബ്യ, റഷ്യ. ആൻസർ യുണൈറ്റഡ് കിങ്ഡം. നെക്സ്റ്റ് വൺ, യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം, ജനസംഖ്യാ നിയന്ത്രണം, വിദ്യുത് ശക്തി, ക്രമസമാധാനം. ആൻസർ ഓപ്ഷൻ എ, വാർത്താവിനിമയം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻസ് നോക്കാം. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മഹാലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ആൻസർ ഓപ്ഷൻ സി ഉണ്ട്. 1, 3, 4 അല്ലേ? സ്പെല്ലിംഗ് കൊണ്ട് വേണമെങ്കിൽ പോയത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ നീതി ആയോഗ് അതിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ, 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ആൻസർ ഓപ്ഷൻ ബി, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. ഓപ്പറേഷൻ ബി, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. നെക്സ്റ്റ് വൺ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഇന്ത്യൻ വിഭജനം, ജാലിയൻവാലാബാഗ് സംഭവം, ഇന്ത്യ പാക് യുദ്ധം, ഗാന്ധിജിയുടെ മരണം. ആൻസർ ഓപ്ഷൻ ഡി, ഗാന്ധിജിയുടെ മരണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ മൈസൂർ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത്. ഓക്കെ. നെക്സ്റ്റ് വൺ, 2023 ഒക്ടോബറിൽ നടന്ന മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? സൗദി അറേബ്യ, ഖത്തർ, കാനഡ, ഓസ്ട്രേലിയ. ആൻസർ ഓപ്ഷൻ ഡി, ഓസ്ട്രേലിയ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? കൊച്ചി, മുംബൈ, വിഴിഞ്ഞം, വിശാഖപട്ടണം. ആൻസർ ഓപ്ഷൻ സി ആണ്, വിഴിഞ്ഞം. ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, സിക്കിം, മധ്യപ്രദേശ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 3 and 5. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവും ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരയിലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. വടക്കൻ സിർക്കാസസ് തീരം, മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. ആൻസർ ഓപ്ഷൻ എ ആണ്, വടക്കൻ സിർക്കാസസ് തീരം. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക.
ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ, ഹിമാലയ പൂർവ്വഘട്ടം, കിഴക്കൻ മലനിരകൾ ലഡാക്ക്. ശരിയായ ജോഡികൾ ഏതാണെന്ന് നോക്കുക. ആൻസർ ഓപ്ഷൻ ബി ഉണ്ട്, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. നെക്സ്റ്റ് വൺ, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ശരിയായ ക്രമീകരണം കണ്ടെത്തുക എന്നാണ്. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് അല്ലേ. ഏറ്റവും വലുത് രാജസ്ഥാൻ എന്നറിയാം. നെക്സ്റ്റ് വൺ, അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ഇസ്രായേലിൻ്റെ പ്രസിഡന്റ്, പാലസ്തീൻ പ്രസിഡന്റ്, UN സെക്രട്ടറി ജനറൽ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. ആൻസർ ഓപ്ഷൻ സി ആണ്, UN സെക്രട്ടറി ജനറൽ. UN സെക്രട്ടറി ജനറൽ. നെക്സ്റ്റ് വൺ, പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. തെറ്റായത് കണ്ടെത്തുക. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, മധ്യപ്രദേശ് മോഹൻ യാദവ്, തെലങ്കാന രേവന്ത് റെഡ്ഡി, ഛത്തീസ്ഗഡ് രൂപേഷ് ബാഗേൽ. തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. ഓപ്ഷൻ ബി ഇറാനാണ് ആൻസർ. നെക്സ്റ്റ് വൺ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഹരിയാന, പഞ്ചാബ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ, പാലക്കാട്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 and 2, കണ്ണൂരും കാസർഗോഡും. നെക്സ്റ്റ്, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78, 63, 92, 67. മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 78. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, അഷ്ടമുടി കായൽ, വെള്ളായണി തടാകം. ആൻസർ ഓപ്ഷൻ സി ആണ്, അഷ്ടമുടി കായൽ. നെക്സ്റ്റ് വൺ, പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരിയാർ നദി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. പള്ളിവാസൽ ഇടുക്കി, ഷോളയാർ പാലക്കാട്, കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷോളയാർ പാലക്കാട്. നെക്സ്റ്റ് വൺ, ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കുറിഞ്ഞിമല, ചിന്നാർ, പെരിയാർ, ആറളം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആറളം. നെക്സ്റ്റ് വൺ, വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? മതികെട്ടാൻചോല ദേശീയോദ്യാനം, ഇരവികുളം ദേശീയോദ്യാനം, സൈലന്റ് വാലി ദേശീയോദ്യാനം, പാമ്പാടുംചോല ദേശീയോദ്യാനം. ആൻസർ ഓപ്ഷൻ ബി, ഇരവികുളം ദേശീയോദ്യാനം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം, ശക്തികുളങ്ങര ആലപ്പുഴ, തോപ്പുംപടി തൃശ്ശൂർ, അഴീക്കൽ കൊല്ലം. യോജിക്കുന്നവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 5. 1, 2, 5.
നെക്സ്റ്റ് വൺ, ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവും ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി, അത്ലറ്റിക്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ്. ആൻസർ ഓപ്ഷൻ ബി അത്ലറ്റിക്. ഓപ്ഷൻ ബി അത്ലറ്റിക്സ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്തത്, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പിസ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ, ചൈന, അമേരിക്ക, ഇന്ത്യ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ആഹാരത്തിൻ്റെ രുചി അറിയാൻ, പല്ലിന് വ്യായാമം ലഭിക്കാൻ, ദഹനം സുഗമമാക്കാൻ, ആഹാരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ദഹനം സുഗമമാക്കാൻ. നെക്സ്റ്റ് വൺ, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്, മാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, ആസിറ്റിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ ബി മാലിക് ആസിഡ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1, മംഗൾയാൻ, ചന്ദ്രയാൻ, ഗഗൻയാൻ. ആൻസർ ഇതാണ്, ഓപ്ഷൻ എ ആദിത്യ L1. ആദിത്യ L1. നെക്സ്റ്റ് വൺ, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? രോഹിത് ശർമ്മ, KL രാഹുൽ, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ. ആൻസർ ഓപ്ഷൻ സി ആണ്, വിരാട് കോഹ്ലി. ഓപ്ഷൻ സി വിരാട് കോഹ്ലി. അടുത്തത്, മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? അല്ലു അർജുൻ, മമ്മൂട്ടി, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, അല്ലു അർജുൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ലണ്ടൻ, മോസ്കോ, ബീജിംഗ്, പാരീസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാരീസ്. നിശാന്തത, സ്കാർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ജനിതക രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, ഇവയേതുമല്ല. ആൻസർ അതാണ്, ഓപ്ഷൻ സി അപര്യാപ്തത രോഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങൾ ഏവ? ലോല മാലിക, കിരൺ അർക്ക, സൂര്യ ശ്വേത, പവിത്ര, അന്നപൂർണ. ആൻസർ ഓപ്ഷൻ ഡി പവിത്ര, അന്നപൂർണ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു, മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു, വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു, മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? കാൽസ്യം, സോഡിയം, ഫോസ്ഫറസ്, അയഡിൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 ശരി 3 തെറ്റ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ
വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? സഞ്ചാരി പ്രാവ്, മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക, ക്വാഗ. ആൻസർ ഓപ്ഷൻ സി ആണ്. 2 ശരി 3 ശരി. 2ഉം 3. ഓക്കെ. നെക്സ്റ്റ് വൺ. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല? കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി. ആൻസർ ഓപ്ഷൻ എ കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? നെല്ല്, ജൈവവൈവിധ്യം, മണ്ണ്, ചെറുധാന്യങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചെറുധാന്യങ്ങൾ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡികൾ കണ്ടെത്തുക. അലൂമിനിയം ബോക്സൈറ്റ്, സിങ്ക് ഗലീന, ഇരുമ്പ് ഹെമറ്റേറ്റ്, കോപ്പർ കുപ്രൈറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സിങ്ക് ഗലീന. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഉയരം, മാസ്, പ്രവേഗം, ഗുരുത്വാകർഷണ ബലം. ആൻസർ എന്താണ്? ഓപ്ഷൻ സി 2ഉം 3ഉം. 2ഉം 3ഉം മാസിനെയും പ്രവേഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗംഗി ബവൈൻഡി, ലൂയിസ് സി ബ്രൂസ്, അലക്സ് ഐ എക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്ലിക്ക് കെമിസ്ട്രി, കോവിഡ് വാക്സിൻ, ഓർഗാനോ കാറ്റലിസിസ്, ക്വാണ്ടം ഡോട്ട്സ്. ആൻസർ ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ട്സ്. നെക്സ്റ്റ് വൺ. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ കണ്ടെത്തുക. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ്. ആൻസർ അതാണ്. ആൻസർ ഓപ്ഷൻ സി 4 മാത്രമാണ് ശരിയല്ലാത്തവ. നെക്സ്റ്റ് വൺ. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏതാണ്? ബ്യൂട്ടെയിൻ, ദ്രാവക അമോണിയ, സൾഫർ ഡയോക്സൈഡ്, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 3, 2, 8, 11. ആൻസർ ഓപ്ഷൻ എ ആണ്, 3. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണ്. ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ് ആണ് റേഡിയം. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. നെക്സ്റ്റ് വൺ. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. ആൻസർ ഓപ്ഷൻ എ ആണ്, ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? മഞ്ഞപ്പിത്തം, മന്ത്, മീസിൽസ്, മലമ്പനി. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2ഉം 4ഉം ശരി. നെക്സ്റ്റ് വൺ. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യമാണിത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഊർജ്ജോൽപാദനത്തിന് സഹായിക്കുന്നു. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, 1 ശരി 3ഉം ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, ബാരോമീറ്റർ, ലാക്ടോമീറ്റർ. ആൻസർ ഓപ്ഷൻ ബി ആണ്,
സ്റ്റെതസ്കോപ്പ്. നെക്സ്റ്റ് വൺ, വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണെന്നുള്ളത്. നെക്സ്റ്റ് വൺ, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്. ആൻസർ കണ്ണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ക്ഷയം വൈറസ്, ചിക്കൻ ബോക്സ് പ്ലാസ്മോഡിയം, മലേറിയ ഫംഗസ്, ഡയേറിയ ബാക്ടീരിയ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡയേറിയ ബാക്ടീരിയ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അണുബാധ, ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകൾ. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 ശരി, 2 ശരി. നെക്സ്റ്റ് വൺ, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ആഹാരപദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1 ശരി, 4 ശരി. 1ഉം 4ഉം ശരി. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏതവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം, ശ്വാസകോശം, വൃക്ക, കരൾ. ആൻസർ ഹൃദയം. ഡിവൈസ് ക്ലോഷർ ഹൃദയം. അടുത്തിടെ G1 ടാഗ് ലഭിച്ച GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ചോക്കുവ അരി. ബീഹാർ, ബംഗാൾ, അസം, മേഘാലയ. ആൻസർ ഓപ്ഷൻ സി ആണ്, ആസാം. 2023 ഓഗസ്റ്റിൽ EG5.1 എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? കേരളം, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ആൻസർ ഓപ്ഷൻ എ, കേരളം. നെക്സ്റ്റ് വൺ, 32 സ്ക്വയർ മൈനസ് ഈക്വൽ 1024 ആയാൽ 0.001024 വർഗ്ഗമൂലം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 0.032. നെക്സ്റ്റ് വൺ, 82. 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ എ ആണ്, 6. നെക്സ്റ്റ്, 3 + 6 + 9 + 180 എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 5400. നെക്സ്റ്റ്, 3 × 10 + 5 × 1 + 8/10 + 3/1000 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 35.803. നെക്സ്റ്റ് വൺ, എക്സിൻ്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കാണുക. ആൻസർ ഓപ്ഷൻ ബി ആണ്,
ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കാൻ ദൂരം എന്താണ്? ആൻസർ ഓപ്ഷൻ സി 87. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 88. ആൻസർ ഓപ്ഷൻ ഡി. ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 120. നെക്സ്റ്റ് വൺ. 90യുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 91 ആൻസർ ഓപ്ഷൻ സി ആണ്. 5/8. നെക്സ്റ്റ് വൺ. 10 പേർ ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടായിരിക്കും? 92 ആൻസർ ഓപ്ഷൻ ബി ആണ്. 93 ആൻസർ ഓപ്ഷൻ സി ആണ്. 94 ആൻസർ ഓപ്ഷൻ ബി ആണ്. 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 96ൻ്റെ ആൻസർ സി ആണ്. 97 ഓപ്ഷൻ ബി ആണ്. 98ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 99 ഓപ്ഷൻ എ. 100ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ.